മഹാനായ ഇമാം തിരുമദി തങ്ങൾ അവിടുത്തെ ശമായിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതേ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു കച്ചവടക്കാരൻ ഗ്രാമത്തിലെ ചരക്കുകളൊക്കെ ആഴ്ച ചന്തകളിൽ കൊണ്ടുവന്ന് വിൽക്കാൻ, അല്ലെങ്കിൽ ചന്ത നടക്കുമ്പോൾ അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വരുന്ന ഒരു സ്വഹാബി. ആ സ്വഹാബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം തീരെ സൗന്ദര്യമില്ലാത്തൊരു വ്യക്തിയാണ്. സാഹിർ റളിയല്ലാഹു അൻഹു, സാഹിർ ഇബ്നു ഹറാം. മഹാനായ സ്വഹാബി വര്യൻ തീരെ സൗന്ദര്യമില്ലാത്ത വൈരൂപ്യമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വരും. നബി തങ്ങളുടെ അരികിൽ വരുമ്പോഴെല്ലാം നബി തങ്ങൾക്ക് നല്ല സമ്മാന പൊതികളുമായി വരും. അത് നബി തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണ്. ഹദിയയുമായി വരും. നബി തങ്ങൾ സ്വതക്ക സ്വീകരിക്കാറില്ല, നബി തങ്ങൾ ഹദിയ സ്വീകരിക്കാറുണ്ട്. ഹദിയയുമായി വരും. കാരണം ഗ്രാമത്തിലെ വിഭവങ്ങളുമായിട്ടാണ് വരുന്നത്. ഗ്രാമീണനായ മനുഷ്യനാണ്. മദീനത്ത് കച്ചവടത്തിന് വേണ്ടി വരുന്ന ആളാണ്. സാഹിർ റളിയല്ലാഹു അൻഹു. ആ സാഹിർ റളിയല്ലാഹു അൻഹു മദീനത്ത് വരുമ്പോഴൊക്കെ നബി തങ്ങളുടെ അരികിലേക്ക് വരുന്നു. നബി തങ്ങൾക്ക് ഹദിയ കൊടുക്കുന്നു. നബി തങ്ങളോ ഹദിയ കിട്ടിയിട്ടതൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കുക മാത്രം ചെയ്യുന്ന ആളല്ല. അല്ലാഹുവിന്റെ ഹബീബ് ഫയുജഹിസുഹു, തിരിച്ചും സമ്മാനം നൽകുന്ന ആളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദിയ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള സംഗതിയാണ്. ഹദിയയെ പറ്റി ഹദീസുകളിലൊക്കെ പ്രത്യേകം പരാമർശിക്കപ്പെട്ടത് തന്നെ ഖൽബ് ശുദ്ധിയാകാൻ. ഒരാളോട് നമുക്കിങ്ങനെ തോന്നുകയാണ് എന്നോട് അയാൾക്ക് എന്തോ ഒരു പ്രയാസമുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹദിയ കൊണ്ടുപോയി കൊടുക്കുക. അതിന് നല്ല മനസ്സ് വേണം, നല്ല ഖൽബ് വേണം, നല്ല ക്ഷമ വേണം, നല്ല സ്വഭാവം വേണം. അങ്ങനെ ഹദിയ കൊണ്ടുപോയി കൊടുത്താൽ ആ വാങ്ങിയ ആൾക്ക് നിങ്ങളെ സംബന്ധിച്ചിട്ട് നല്ല ധാരണ ഉണ്ടാവും. അപ്പോ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും, അയാൾക്ക് നിങ്ങളോട് യാതൊരു വിഷമവും ഇല്ല. എന്നാൽ അങ്ങനെ ഹദിയ സ്വീകരിച്ചാൽ ഇസ്ലാം പറയുന്ന ഒരു രീതിയുണ്ട്. തിരിച്ചു നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. നബി തങ്ങളെ വീട്ടിലേക്ക് വരുന്ന ആളാണ് സാഹിർ റളിയല്ലാഹു അൻഹു. വീട്ടിൽ വരുന്ന ആള് വെറുതെ മടക്കാറില്ല. വീട്ടിൽ വരുന്ന ആളെ നബി തങ്ങൾ വെറുതെ മടക്കാറില്ല. വല്ലതും കൊടുത്തു തിരിച്ചേക്കുന്ന പ്രകൃതിയാണ്. സയ്യിദുൽ വജൂദ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രകൃതം അങ്ങനെയാണ്. ആ പ്രകൃതക്കാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിർ റളിയല്ലാഹു അൻഹുവിന് സമ്മാനങ്ങൾ കൊടുക്കും. എന്നിട്ട് ആ സ്വഹാബിയെ പറ്റി വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും. യുഹിബ്ബുഹു, നബി തങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ സ്വഹാബിയെ പറ്റി കുടുംബക്കാരായ ആളുകളോട് പറഞ്ഞു കൊടുക്കും. അതെ, സാഹിർ ഒരു ഗ്രാമവാസിയാണ്, നമ്മൾ പട്ടണക്കാരാണ്. സാഹിർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരനായി അങ്ങാടിയിൽ, മദീനത്തെ അങ്ങാടിയിൽ നിൽക്കുന്ന സാഹിർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പിന്നിലൂടെ ചെല്ലുകയാണ്. ഹബീബായ നബി തങ്ങളുടെ ഒരു രീതി നോക്കണം. നബി തങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്നു ആ സാഹിർ റളിയല്ലാഹു അൻഹുവിനെ, ആ സ്വഹാബിയെ. എന്തുകൊണ്ട്? നബി തങ്ങളെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന കാരണത്താൽ. സമ്പത്ത് കൊണ്ടല്ല, പാവപ്പെട്ട മനുഷ്യനാണ്, ചെറിയൊരു കച്ചവടക്കാരനാണ്. ഹദിയ കൊടുക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, ഹദിയ കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയയും കൊണ്ടുവരുന്ന എത്രയോ ആളുകളുണ്ട്. ഇവിടെ സാഹിർ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ ഹബീബിനോട് അങ്ങേയറ്റം സ്നേഹം സൂക്ഷിക്കുന്ന ആളെന്ന നിലയിൽ ആ സ്വഹാബിയെ പിന്നിലൂടെ ചെന്ന് നബി തങ്ങൾ ഇങ്ങനെ കയ്യിന്റെ അടിയിലൂടെ കെട്ടിപ്പിടിച്ച് പൊക്കി ഉയർത്തുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിയർത്തൊലിച്ചു നിൽക്കുന്ന സാഹിർ റളിയല്ലാഹു അൻഹു, സൗന്ദര്യമുണ്ടെന്ന് പറയാനൊന്നുമില്ലാത്ത സാഹിർ റളിയല്ലാഹു അൻഹു, ഒരടിമയെ പോലെ ആളുകൾ കണക്കാക്കുന്ന സാഹിർ റളിയല്ലാഹു അൻഹു
സൗന്ദര്യത്തിന്റെ പേരിൽ ഒരാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത സാഹിർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ഇങ്ങനെ പിടിച്ചപ്പോൾ, ആരാണ് എന്നെ ഇങ്ങനെ പിടിച്ചത്? അർസിൽനി അർസിൽനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നൊന്നും അറിഞ്ഞില്ല. എന്നെ വിടൂ എന്നെ വിടൂ എന്നാണ് പറയുന്നത് സാഹിർ റളിയല്ലാഹു അൻഹു. എന്നെ വിടൂ എന്നാണ്. മെല്ലെ ഇങ്ങനെ നോക്കി, ആരാണ് എന്നെ പിടിച്ചത്? വാൽക്കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ, ഇടം കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ പുന്നാര നബി തങ്ങളാണെന്നറിഞ്ഞു. ഉടനെ മഹാൻ ചെയ്തതെന്താണ്? പിന്നെ വിടാനല്ല പറയുന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മാരടത്തിലേക്ക് തന്റെ പുറമൊന്നുകൂടി ചേർത്ത് വെക്കുന്നു. തബറുകം ബി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബറക്കത്ത് കിട്ടാനാണ് സാഹിർ റളിയല്ലാഹു അൻഹു ഒന്ന് ചേർന്ന് നിൽക്കുകയാണ്. നബി തങ്ങളോ സാഹിറിനെ ഇങ്ങനെ എടുത്ത് പൊന്തിച്ചിട്ട് പറയുന്നു, മയ്യശ്തരി മിന്നി ഹാദൽ ഗുലാം. ഈ അടിമയെ ആരാണ് എന്നിൽ നിന്ന് വാങ്ങുക എന്നാ ചോദിക്കുന്നത്. മയ്യശ്തരി ഹാദൽ അബ്ദ്. ഈ അടിമയെ ആരാണ് വാങ്ങുക? ഈ അടിമയെ ആരാ വാങ്ങാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ തമാശകൾ, അവിടുത്തെ തമാശകൾ, ആ തമാശകളുടെ പട്ടികയിൽ ഇത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. സാഹിർ റളിയല്ലാഹു അൻഹുവിനെ എടുത്തു പൊന്തിച്ചിട്ട് നബി തങ്ങൾ ചോദിക്കുന്നു, മയ്യശ്തരി ഹാദൽ അബ്ദ്. ഈ അടിമയെ ആരാണ് വാങ്ങുക? സാഹിർ റളിയല്ലാഹു അൻഹു അവിടെ പ്രതികരിക്കുന്നു. സാഹിർ തങ്ങൾ പറയുന്നത് എന്താ? നബിയേ, ഇദൻ വല്ലാഹി തജിദുനി കാസിദാ. നബിയെ, എന്നെ വിൽക്കാൻ നിന്നാൽ, പാവപ്പെട്ട എന്നെ വിൽക്കാൻ നിന്നാൽ, ഗ്രാമീണവാസിയായ ഈ വൈരൂപ്യമുള്ള എന്നെ, ഒരു സൗന്ദര്യവുമില്ലാത്ത എന്നെ, ആരും തിരിഞ്ഞു നോക്കാത്ത എന്നെ നബിയെ അവിടുന്ന് വിറ്റാൽ അതാരും എടുക്കാത്ത ഒരു ചരക്ക് പോലെ നഷ്ടക്കച്ചവടമാകും നബിയേ. സാഹിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പ്രതികരിക്കുന്നത്? സൗന്ദര്യം നോക്കിയിട്ടാണോ? നിറം നോക്കിയിട്ടാണോ? സമ്പത്ത് നോക്കിയിട്ടാണോ? നബി തങ്ങൾ പ്രതികരിക്കുന്നത്, ലാകിൻ ഇൻദല്ലാഹി ലസ്ത ബികാസിദിൻ അൻത ഇൻദല്ലാഹി ഗാൽ. കാണാൻ ആളുകൾക്ക് വിരൂപിയാണെങ്കിലും സൗന്ദര്യമില്ലാത്തവനാണെങ്കിലോ, കാണാൻ ആളുകൾക്ക് നിറമില്ലാത്തവനാണെങ്കിലോ, നബി തങ്ങളോട് ഹബീബിനോട് മഹബത്തുള്ള ആളെന്ന നിലയിൽ സാഹിറേ, റബ്ബിന്റെ അരികിൽ നിങ്ങൾ വലിയ വിലയുള്ള ചരക്കാണ്, വലിയ വിലയുള്ള ആളാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹിർ റളിയല്ലാഹു അൻഹുവിനോട്, അല്ല ലോകത്തോട്, അല്ല ലോകത്തെ വർണ്ണ വിവേചനത്തിന്റെ പേരിൽ ആളുകളെ വർഗീകരിക്കുകയും അടിച്ചമർത്തുകയും ലോകത്ത് ആധിപത്യവും മേൽക്കോയ്മയും സ്ഥാപിക്കുകയും ചെയ്യുന്ന എല്ലാ വിഭാഗം ആളുകളോടും അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വലാകിൻ അൻത ഇൻദല്ലാഹി ഗാൽ. പടച്ചവന്റെ അരികിൽ നിങ്ങൾക്ക് വലിയ വിലയുണ്ട്. സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം